നിശ്ചയമായും ഇന്നലെ നമ്മൾ മീറ്റ് ദി എഡിറ്റേഴ്സിൽ വളരെ വിശദമായി ഈ കാര്യങ്ങൾ വിലയിരുത്തിയതാണ്. അപ്പോഴും അത്ഭുതമൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ കൂടിയും പ്രതീക്ഷയുടെ ഒരു എന്താ പറയുക മനുഷ്യനാണല്ലോ നമ്മളൊക്കെ. ജോയി തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ മനസ്സിലെവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെടുക്കുന്നതോടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് മാത്രവുമല്ല, മാരായിമുട്ടം ജോയി എന്ന് പറയുന്നത് കേരളത്തിന് മുമ്പിൽ എന്താണ് നിസ്സംശയം പറയാം ഒരു രക്തസാക്ഷിയാണ്. ആ രക്തസാക്ഷിത്വത്തിൻ്റെ ഉത്തരവാദികൾ ആരാണ് എന്നാണ് നമ്മളിനി തിരിച്ചറിയേണ്ടത്, കണ്ടെത്തേണ്ടത്. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇപ്പോൾ കേരളത്തിലുടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇന്നിപ്പോൾ 3:30 മണിക്ക് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിൻ്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ ഇതൊരു ദുരന്തമാണെന്നും ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നും ഇത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നും എം പി രാജേഷ് പറയുന്നുണ്ട്. എന്നാൽ ആ വാർത്താ സമ്മേളനത്തിൻ്റെ ആകെ തുകയായി എനിക്ക് മനസ്സിലായത് ഈ ദുരന്തത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം റെയിൽവേക്കാണ് എന്നുള്ളതാണ്. ആ രീതിയിൽ അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ ചില വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ സമർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ എനിക്ക് അഭിപ്രായ ഭിന്നതയൊന്നുമില്ല. നിസ്സംശയം പറയാം, റെയിൽവേക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. കാരണം രാജേഷ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ പലതവണ ഈ പ്രത്യേക പ്രദേശത്തെ മാലിന്യം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നതിന് വിളിച്ചു ചേർത്തിട്ടുള്ള യോഗങ്ങളിലൊന്നും തന്നെ ഉത്തരവാദിത്തപ്പെട്ട റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ, ഡിവിഷണൽ മാനേജർമാരടക്കമുള്ള ആളുകൾ പങ്കെടുത്തിരുന്നില്ല എന്നും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് അവർ ഈ പറയുന്ന ശുചീകരണ പ്രവർത്തനത്തിന് ഇറങ്ങിയതെന്നും എം പി രാജേഷ് പറയുന്നുണ്ട്. അതിന് ഉപോത്ബലകമായ ചില മീറ്റിങ്ങുകളുടെ മിനിറ്റ്സുകളും മറ്റും അദ്ദേഹം അവിടെ വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ രാജേഷിന് ഈ കാര്യത്തിൽ സംശയിക്കുന്നില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരു പ്രത്യേക സ്ഥലത്ത് ശുചീകരണ പ്രവർത്തനത്തിനായി ഒരു തൊഴിലാളി ഇറങ്ങി, അയാൾ മാലിന്യ കൂമ്പാരത്തിൽ പെട്ടുപോയി, അദ്ദേഹം മരിച്ചിരിക്കുന്നു. ഇത് ശരിയാണ്. എന്നാൽ ഈ വിഷയം മുന്നോട്ട് വയ്ക്കുന്ന വലിയൊരു യാഥാർത്ഥ്യം എന്താണ്? അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മരണത്തിൽ മാത്രം നിൽക്കുന്നൊരു കാര്യമല്ല, മറിച്ച് നമ്മുടെ സംവിധാനങ്ങൾ ഈ പറയുന്ന പലതരത്തിലുള്ള സാമൂഹിക ദുരന്തങ്ങളോട് എത്രമാത്രം അനാസ്ഥയോടെയുള്ള സമീപനമാണ് സ്വീകരിച്ചു പോരുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട്, ഒരു പ്രശ്നമായിട്ട് നമ്മളിതിനെ കാണണം. അതായത് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു, കേരളത്തിൽ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് നമുക്ക് ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് തന്നെ ഉത്തരവാദിത്വം കുറവാണ്, വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് തന്നെ ഉത്തരവാദിത്വം കുറവാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ട സ്ഥാപനങ്ങൾ അങ്ങേയറ്റം അനാസ്ഥയാണ് ഈ കാര്യത്തിൽ വെച്ച് പുലർത്തുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒബ്സർവേറ്ററി ഹില്ലിൽ നിന്ന് തുടങ്ങി ആക്കുളത്ത് അവസാനിക്കുന്ന 12 കിലോമീറ്റർ നീളമുള്ള ഒരു നദിയാണ് ഈ പറയുന്ന ആമയിഴഞ്ചാൻ തോട് എന്ന് പറയുന്നത്. 12 കിലോമീറ്ററാണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത്. അതിൽ കേവലം 200 മീറ്റർ മാത്രമാണ്, 200-ൽ താഴെ മീറ്റർ മാത്രമാണ് റെയിൽവേയുടെ അധികാര പരിധിയിൽ വരുന്നത്. അതിനപ്പുറത്തും ഇപ്പുറത്തും ഈ തോട് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. മാത്രവുമല്ല, തിരുവനന്തപുരത്ത് എപ്പോഴും വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു പ്രദേശമാണ് ആ നഗരം. ഒരു മഴ പെയ്താൽ വെള്ളത്തിനടിയിൽ പോകുന്നൊരു സാഹചര്യമുണ്ട്. എപ്പോഴും ആ വെള്ളക്കെട്ടുണ്ടാകുന്നതിനൊരു കാരണം എന്ന് പറയുന്നത് ഈ ആമയിഴഞ്ചാൻ തോട് കരകവിഞ്ഞൊഴുകുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ കരകവിഞ്ഞൊഴുകുന്നത്? അതിൻ്റെ ആഴം മുഴുവൻ ഈ പറയുന്ന വേസ്റ്റ് വന്നിട്ട്, മാലിന്യങ്ങൾ വന്നിട്ട് നിക്ഷേപിക്കപ്പെട്ട് അതിന് ആഴത്തിൽ ഒഴുകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഞാൻ അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് 37 കോടി രൂപയാണ് വിവിധ ബജറ്റുകളിലായിട്ട് ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ വേണ്ടി മാത്രം ചെലവിട്ടിരിക്കുന്നത്. 2022 ഇറിഗേഷൻ വകുപ്പ് 25 കോടിയുടെ പദ്ധതിയാണ് മന്ത്രിസഭയ്ക്ക് സമർപ്പിക്കുന്നത്. മന്ത്രിസഭ അപ്പം തന്നെ അത് അംഗീകരിക്കുകയാണ്. എന്നിട്ട് അവിടെ ആ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പിന്നീട് 12 കോടി രൂപയും വീണ്ടും അനുവദിക്കുന്നുണ്ട്. അങ്ങനെ 37 കോടി രൂപ ഈ തോട് നവീകരണത്തിനും തോടിൻ്റെ ഈ പറയുന്ന മാലിന്യങ്ങൾ മാറ്റാൻ വേണ്ടിയും ചിലവഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്നിട്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? നിരന്തരം മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നൊരവസ്ഥ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത്ഭുതകരമായൊരു കാര്യമെന്ന് പറയുന്നത് ഈ എൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഈ നഗരത്തിലുടനീളം നിരീക്ഷണ ക്യാമറകൾ വയ്ക്കുന്നു, ഏതെങ്കിലും തരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ ശിക്ഷിക്കുന്നു. ഇപ്പോൾ ആ രീതിയിലുള്ള നിരീക്ഷണം പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി സർക്കാർ നടത്തുന്നുണ്ട് എന്നും അതിൻ്റെ ഭാഗമായി പിഴയടയ്ക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നും ആ വരുമാനം തന്നെ വർദ്ധിച്ചിട്ടുണ്ട് എന്നും എം പി രാജേഷ് ചില കണക്കുകൾ ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ട്. അത് ശരിയായിരിക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ? തിരുവനന്തപുരത്ത് ഈ അനധികൃതമായി മാലിന്യങ്ങൾ എന്താ പറയുക സമാഹരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു വിഭാഗം തന്നെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിപ്പോൾ മാളുകളിൽ നിന്ന്, വലിയ ഹോട്ടലുകളിൽ നിന്ന് ഒക്കെ മാലിന്യം ഇവർ പോയിട്ട് അങ്ങ് കളക്ട് ചെയ്യും. അങ്ങനെ കളക്ട് ചെയ്യുന്നതിന് അവരൊരു തുക ഈ പറയുന്ന ആളുകളിൽ നിന്ന് വാങ്ങിക്കും, ഈ മോൾ ഉടമകളിൽ നിന്ന് വാങ്ങിക്കും, റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് വാങ്ങിക്കും. എന്നിട്ട് പക്ഷേ ഇവരിത് എവിടെയാണ് കൊണ്ടുപോയി കളയുന്നത്? ഇതിനകത്ത് ഒരു നിരീക്ഷണമില്ല. ഇവരിത് കൊണ്ടുപോയി കളയുന്നത് ഈ പാർവതി പുത്തനാറിലും അതുപോലെ തന്നെ ആമയിഴഞ്ചാൻ തോട്ടിലുമൊക്കെയാണ്. അവിടെ കൊണ്ടുപോയി അങ്ങ് നിക്ഷേപിച്ചിട്ട്
പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം അവിടെ ഈ പറയുന്ന തോട് വൃത്തിയാക്കുന്ന ഒരു പ്രവൃത്തി നടന്നു. ആ തോട് വൃത്തിയാക്കിയപ്പോൾ കിട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഹോസ്പിറ്റലിൽ നിന്നുള്ള ബെഡുകൾ, അതുപോലെ ടെലിവിഷൻ സെറ്റുകൾ, പഴകിയ ഫ്രിഡ്ജുകൾ എന്ന് മാത്രവുമല്ല, അത്ഭുതകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ മനുഷ്യൻ്റെ അവശിഷ്ടങ്ങളുള്ള ഈ കാൽപാദങ്ങൾ, കൈ, ഇതൊക്കെ ഹോസ്പിറ്റൽ വേസ്റ്റുകളാണ്. ഇതെല്ലാം അവിടെ നിന്ന് കണ്ടെടുക്കുന്നു എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ 2 വർഷമായി അവിടെ മാലിന്യങ്ങൾ നീക്കാൻ ശ്രമിച്ചപ്പോൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം നിക്ഷേപങ്ങൾ അവിടെ നടത്തുന്നവരാണ്. എന്തുകൊണ്ട് ഇത് നിരീക്ഷിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് ഇവരെ പിടിക്കപ്പെടുന്നില്ല? ഒരു വലിയ റാക്കറ്റ് ഈ നഗരത്തിനകത്ത് ഈ പറയുന്ന മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അനധികൃത റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഈ കടകളിൽ നിന്നൊക്കെ ഇതിങ്ങനെ സമാഹരിച്ചിട്ട് നേരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ നദികളിൽ കൊണ്ടിടുകയാണ്. അപ്പം ഇപ്പോഴത്തെ ഈ ജോയിയുടെ മരണത്തെ സംബന്ധിച്ച് നമുക്ക് റെയിൽവേ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്താം. ശരി, അവിടെ ഇപ്പോൾ ഈ മാനുവൽ സ്കാവഞ്ചിങ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല എന്ന് പിന്നെ കോടതി ഉത്തരവ് നിൽക്കുമ്പോഴാണ് ഒരു മനുഷ്യനെ ഇറക്കി വിട്ടിട്ട് അവിടെ ആ ശുചീകരണ പ്രവർത്തനം നടത്തിയത്. അവിടെ ഒരു സംവിധാനവും ഉണ്ടായിരുന്നില്ല. ഇതിൽ നിന്നൊന്നും റെയിൽവേക്ക് മാറി നിൽക്കാൻ കഴിയില്ല. പ്രശ്നം എന്ന് പറയുന്നത് 12 കിലോമീറ്റർ നീളമുള്ള ഒരു നദിയിൽ കാലാകാലങ്ങളായി ഇങ്ങനെ മാലിന്യ നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ മാലിന്യങ്ങൾ കാലാകാലങ്ങളായി നമ്മൾ എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നു. അതിനുവേണ്ടി കോടികൾ ചിലവിടുന്നു. എന്നാൽ ഒരു നിരീക്ഷണ സംവിധാനവും അവിടെ ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ആരും പിടിക്കപ്പെടുന്നില്ല, പിഴയടക്കപ്പെടുന്നില്ല. ഒരു റാക്കറ്റ്, ഒരു അധോലോക മാഫിയ പോലെ ആ നഗരത്തിനുള്ളിൽ ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനെ കാണുന്നില്ല എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. നോക്കൂ, ഇതിനകത്തൊക്കെ അവിടെയാണ് ഞാൻ പറയുന്നത്, ഇതിപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് റെയിൽവേ വന്ന വീഴ്ചയെക്കുറിച്ച് പറയാം, അതവിടെ നിൽക്കട്ടെന്നേ. പക്ഷേ അതിനു മുമ്പൊക്കെ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം വലിയൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു ഈ ഓപ്പറേഷൻ അനന്ത എന്ന് പറയുന്നത്. ഓപ്പറേഷൻ അനന്ത ജിജി തോമസിൻ്റെ കാലത്ത് നടക്കുന്നു. ആ ഒരു ഘട്ടം പൂർത്തിയാക്കുന്നു. 2ാം ഘട്ടത്തിൽ അത് നിന്നു പോകുന്നതിൻ്റെ ഒരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ? ബിജു രമേശിൻ്റെ ഒരു സ്ഥാപനത്തിന് താഴെ കൂടി ഒരു ഓട പോകുന്നുണ്ട്. അപ്പോൾ ഈ ഓട പോകുന്നത് അത് ആ സ്ഥാപനം പൊളിക്കണം, ആ കെട്ടിടം പൊളിക്കണം. ആ കെട്ടിടം പൊളിക്കുന്നതിനെതിരായിട്ട് ബിജു രമേശ് സുപ്രീം കോടതിയിൽ പോയിട്ട് സ്റ്റേ വാങ്ങിച്ചു. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ ഈ സമയം വരെ ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. അതങ്ങ് വിട്ടുകളയുകയാണ്. അതിനൊന്നും സമയമില്ല. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള അനാസ്ഥകൾ വളരെ എന്താ പറയുക, ഇനിയും മനുഷ്യരുടെ ജീവൻ എടുക്കും വേണമെങ്കിൽ അത് ആർക്കും സംഭവിക്കാവുന്നതാണ്. ആ അർത്ഥത്തിൽ ഈ പറയുന്ന ഈ വിഷയം ഒരു ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള വിഷയമാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞാൽ ആദ്യഘട്ടം അവസാനിപ്പിക്കാം. ഇപ്പോൾ റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ ഇതിനുവേണ്ടി തടസ്സം നിന്നു എന്ന് പറയുന്നു. ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഉണ്ട്, NDMA എന്ന് പറയുന്നത്. 2005 ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് ഉണ്ടാകുന്നത്. 2005 അതിശക്തമായ അധികാരങ്ങൾ ഈ പറയുന്ന തദ്ദേശ സ്ഥാപനങ്ങളെയും അതേപോലെ സംസ്ഥാന സർക്കാരുകളെയും ദേശീയ സർക്കാരിനെ തന്നെയും അങ്ങേയറ്റം പവർഫുൾ ആക്കുന്ന ഒരു ആക്ടാണ് ഈ NDA എന്ന് പറയുന്നത്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്നത് 2005. അതിൻ്റെ ദേശീയ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. സംസ്ഥാനത്തേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയാണ് ചെയർമാൻ. മുഖ്യമന്ത്രി അപ്പോയിൻറ്റ് ചെയ്യുന്ന മറ്റ് 8 ഉദ്യോഗസ്ഥരാണ് ആ കമ്മിറ്റിയിലുള്ളത്. പ്രശ്നം ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ഡിസാസ്റ്ററിന് സാധ്യതയുണ്ട് എന്നൊരു കമ്മിറ്റി വിലയിരുത്തുകയാണ് എങ്കിൽ അതിന് തടസ്സം നിൽക്കുന്ന എന്ത് സംവിധാനം ഉണ്ടായാലും അതിനെ ഓവർ റൈഡ് ചെയ്യാൻ പറ്റുന്ന അധികാരം ഈ ആക്ട് നൽകുന്നുണ്ട്. ഇപ്പോൾ എയർപോർട്ടിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് എയർപോർട്ട് അതോറിറ്റിയുടെ കയ്യിലാണെന്നേ. അവിടെ നിന്ന് നിങ്ങൾക്ക് കയറി ഒന്നും ചെയ്യാൻ കഴിയില്ല. റെയിൽവേ എന്ന് പറയുന്നത് റെയിൽവേ അതോറിറ്റിയുടെ കയ്യിലാണ്. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പ്രവർത്തിക്കുക. പക്ഷേ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള മുൻകരുതൽ എടുക്കുന്നതിന് ഈ പറയുന്ന റെയിൽവേ ചട്ടം അല്ലെങ്കിൽ എയർപോർട്ട് ചട്ടം ഒന്നും തന്നെ ബാധകമാക്കാത്ത വിധത്തിൽ എംപവർ ചെയ്തിട്ടുണ്ട് ഈ കമ്മിറ്റിയെ. എന്ന് മാത്രമല്ല, നിങ്ങൾക്കൊരു കേസുമായിട്ട് സാധാരണ കോടതികളിൽ പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ NDM പ്രയോഗിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. പക്ഷേ ഹൈക്കോടതിയെ സമീപിച്ചാൽ പോലും നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമിതി അക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകി അവിടെ അവസാനിപ്പിക്കും ഈ കാര്യം. ഒരു പെനാൽറ്റിയും ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു ശിക്ഷയും ഉണ്ടാകാൻ പോകുന്നില്ല, അതിനെതിരായിട്ടൊരു നടപടിയും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നില്ല. ബിക്കോസ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് ഉത്തരവാദിത്തപ്പെട്ട സമിതി അതൊരു മുൻകരുതലായി കണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിനെ എതിർക്കുന്നൊരു രീതി എവിടെയുമില്ല. അത് എതിർക്കാൻ കഴിയാത്ത വിധത്തിൽ പവർഫുൾ ആക്കുന്നൊരു ചട്ടമാണ് ഈ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചട്ടം 2005 പാസ്സാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ കാണിച്ചാൽ അതിനെ മറികടക്കാൻ പറ്റും. ആ മറികടക്കാൻ പറ്റുന്ന പവർ യഥാർത്ഥത്തിൽ ചീഫ് മിനിസ്റ്റർ ചെയർമാനായിരിക്കുന്ന ആ കമ്മിറ്റിക്കുണ്ട്. ആ കമ്മിറ്റി ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പല കാര്യങ്ങളിനകത്തും ഇത്തരം കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു വിമർശനം ഇക്കാര്യത്തിലുള്ളത്. നമ്മളിപ്പോൾ ഈ മാരായിമുട്ടം ജോയിയുടെ മരണത്തിന് ശേഷവും നമ്മളൊരു പ്രധാനപ്പെട്ട യോഗം ചേർന്നിട്ടുണ്ടോ?
ഈ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ പറയും, വളരെ പെട്ടെന്ന് പറയും, ആദ്യം ആ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും കൂടി പോയി ഇറങ്ങി നിന്നിട്ട് അവിടെ നിന്ന് ജീവൻ രക്ഷിക്കുക അല്ലല്ലോ ചെയ്യുന്നത്. സംസ്ഥാനത്ത് നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത വാർത്ത എന്താ? മഴയാണ്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം അതിശക്തമായ മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എത്രത്തോളം നടത്തിയിട്ടുണ്ട്, എന്തെങ്കിലും ദുരന്ത സാധ്യതകൾ എവിടെയെങ്കിലും ഉണ്ടോ, ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ടൊരു സമിതി യോഗം ചേരേണ്ട, ഒരു കോർഡിനേഷൻ നടക്കണ്ടേ? അത്തരം കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് ഈ ദുരന്തം നടന്നതിന് ശേഷം നടന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ പിന്നെ എന്താ പറയുക, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു യോഗം ചേരേണ്ടതല്ലേ? അത്തരത്തിൽ എന്തെങ്കിലും മുൻകൈ നടത്തിയിട്ടുണ്ടോ? ഞാൻ പറയുന്നത് ഈ മാരായിമുട്ടം ജോയിയുടെ മരണം എന്ന് പറയുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ആ പ്രശ്നത്തിന് മുമ്പും ആ പ്രശ്നത്തിന് ശേഷവും കേരളത്തിൽ നിലനിൽക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. ആ വലിയ പ്രശ്നത്തെ നമ്മൾ ഈ മരണത്തിലേക്ക് ചുരുക്കി അതിൻ്റെ ഉത്തരവാദികളെ ഫിക്സ് ചെയ്ത് തൽക്കാലം തടിയൂരാമെന്നുള്ളതല്ലാതെ ആ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് നമ്മൾ എത്തുകയോ ആ യഥാർത്ഥ പ്രശ്നത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തൽക്കാലം നമ്മുടെ ഇവിടെ ഏതൊരു ദുരന്തം ഉണ്ടായാലും സ്വാഭാവികമാണെന്നേ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന സർക്കാരിന് നേരെ വിരൽ ചൂണ്ടുക ആളുകൾ. ഒരു ദുരന്തം ഉണ്ടായ ആളുകൾ അങ്ങനെയാണ് പ്രതികരിക്കുക. അതിപ്പോൾ പ്രതിപക്ഷവും അങ്ങനെയാണ് പ്രതികരിക്കുക. പ്രതിപക്ഷം വളരെ ക്രൂരമായി പെരുമാറിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംസ്ഥാന സർക്കാർ ആളുകളെ സമീപിക്കേണ്ട. നിങ്ങളെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് എവിടെയാണ് വീഴ്ച പറ്റിയത്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കാനാണ് വളരെ പ്രധാനമായിട്ടും സർക്കാർ ശ്രമിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറയുന്നത് മാരായിമുട്ടം ജോയിയുടെ മരണം നിശ്ചയമായി ഒരു വലിയ ദുരന്തമാണ്, അതൊരു രക്തസാക്ഷിത്വമാണ്. പക്ഷേ അതിനു മുമ്പും അതിനുശേഷവും ഈ സംസ്ഥാനം നേരിടാൻ പോകുന്ന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ ഇപ്പോഴും ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. Meet the editors.